വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. മനോഹാരിതയൊക്കെ രാത്രിയാണ്, ഇരുട്ടാണ്. പക്ഷെ ഇന്നത്തെ ഡേറ്റ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഇന്ന് ഫെബ്രുവരി 12-ാം തീയതിയാണ്, ബുധനാഴ്ചയാണ്. മകരമാസം 30-ാം തീയതിയാണ്. അപ്പം മകരം അങ്ങ് പോവുകയാണ്. മകരമാസത്തിന്റെ മഞ്ഞുണ്ട്. കാര്യം പകലൊക്കെ വലിയ ചൂടാണെങ്കിലും ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ഇടത്ത് ഇപ്പോൾ നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള നല്ല പുഴയുടെ തീരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്, അല്ലെ പ്രേത? അതെ, ഫെബ്രുവരി 12 ബുധനാഴ്ച, മകരം 30. ആ ഡേറ്റ് ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയുകയാണ്. ഇന്ന് നല്ല രസമുള്ളൊരു പ്രഭാതമാണ്. സൈഡിൽ കാക്ക ഇങ്ങനെ ഉണർന്നിട്ട് കരയുന്നുണ്ട്. അപ്പുറത്തൊരു സൈഡിൽ മറ്റു പക്ഷികളുടെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതെ, നിറയെ ഇങ്ങനെ ആ ശബ്ദത്തിന്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഈ ശബ്ദത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ, ശബ്ദത്തിന്റെ ദൃശ്യം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ഈ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ എത്തിക്കാം. അല്പം ഒന്ന് വെട്ടം വീണോട്ടെ. അത് മാത്രമല്ല, നല്ല മനോഹരമായിട്ട് ഭംഗിയുള്ള ചന്ദ്രൻ, മൂണുണ്ട്. അത് പൗർണമി ഇപ്പൊ കഴിഞ്ഞോ തുടങ്ങിയോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അധികം വൈകാതെ ശിവരാത്രി ഉണ്ട്. അപ്പൊ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും കൂടുതൽ വിവരങ്ങൾ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ്. ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും. ഉൾപ്പെടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉടൻ തന്നെ എത്തിക്കാമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ആരംഭിക്കുകയാണ് മോർണിംഗ് വാക്ക്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീണ്ടും നമ്മുടെ ഈ പരിപാടിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ആദ്യ വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളായിരുന്നു നിരന്തരം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് അടിയന്തരമായ ഒരു യോഗം ചേരുന്നുണ്ട്, അല്ലെ? സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വനം ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ചേരുന്നത്. വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം. വനം വകുപ്പ് ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. MG പ്രതീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു ആശ്വാസം എന്ന് പറയാമോ എന്നറിയില്ല, എങ്കിലും ഒരു പരിഹാര മാർഗം വേണം എന്നുള്ള കുറേ ദിവസങ്ങളായുള്ള വിഷമം, പ്രതിഷേധമൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വനമന്ത്രി പറഞ്ഞു പൂർണ്ണമായും ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല, പക്ഷേ തുടക്കമിടും. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും വനമന്ത്രി വിളിക്കുന്ന ഈ അടിയന്തര യോഗം അത് ശ്രദ്ധേയമാണ്, നിർണായകവുമാണ്. അപ്പോൾ ആരെല്ലാം ഇതിൽ പങ്കെടുക്കും, എന്തെല്ലാം കാര്യങ്ങളിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് കാട്ടാന ആക്രമണവും ഒപ്പം വന്യജീവി ആക്രമണവും തുടർക്കഥയായതോടെയാണ് വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം വിളിക്കാൻ തീരുമാനിച്ചത്. വനം മന്ത്രി നിർദ്ദേശിച്ച പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അധ്യക്ഷതയിലായിരിക്കും ഇന്ന് തലസ്ഥാനത്ത് യോഗം ചേരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 വനം വകുപ്പ് ആസ്ഥാനത്ത് യോഗം നടക്കും. ഈ വനം വകുപ്പിലെ എല്ലാ മേധാവിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ് വനം വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ കാട്ടാന ആക്രമണവും വന്യജീവി ആക്രമണവും തടയുന്നതിനുള്ള നടപടികളായിരിക്കും പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. ഏതൊക്കെ തരത്തിൽ പുതിയ നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങൾ എടുത്തിരുന്നുവെങ്കിലും അതിൽ ഇതുവരെ എന്ത് പുരോഗതി ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. മാത്രമല്ല വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട സർക്കാരും നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ വിമർശനങ്ങൾ കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് അടിയന്തര യോഗം വിളിക്കാൻ വനമന്ത്രി നിർദ്ദേശിക്കുകയും ഇന്ന് ഈ യോഗം ചേരുകയും ചെയ്യുന്നത്. ഈ ജനങ്ങളെ ഉൾപ്പെടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടീമിനെ ഉൾപ്പെടെ നേരത്തെ നിയോഗിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചിരുന്നു. ഇക്കാര്യങ്ങളിലടക്കം ചർച്ചകൾ നടക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന്റെ ഉൾപ്പെടെ അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ ഇന്ന് ഒരു തീരുമാനമുണ്ടാകും. മാത്രമല്ല ഈ വനത്തിൽ നിന്ന് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിരോധ നടപടികളും യോഗം ചർച്ച ചെയ്യും. അക്കാര്യത്തിൽ ഉൾപ്പെടെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഉച്ചയ്ക്ക് 2:30 യോഗം നടക്കുക. സ്മിത. ശരി, MG പ്രതീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ പ്രവിത, കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലും 2 ജീവനുകൾ
പൊലിഞ്ഞു പോയി. അതിനുശേഷം ഒരാളെ കാണാതായത് കാട്ടാനയുടെ ആക്രമണത്തിലാണ് അദ്ദേഹം മരിച്ചതെന്നുള്ള സ്ഥിരീകരണവും എത്തിയിരുന്നു. അങ്ങനെ 3 മരണമാണ് ഇന്നലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മരണം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വാർത്ത പുറത്തു വന്നത്. അപ്പോൾ ഇതുമായി പ്രതിഷേധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ യോഗം കൂടുന്നു, അത് നിർണായകമാകുന്നു, എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കും എന്നതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ ഒന്ന്. അത് തന്നെയാണ്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. നടപ്പ് സാമ്പത്തിക വർഷത്തെ മദ്യനയത്തിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരാൻ എക്സൈസ് വകുപ്പ്. മദ്യനയം പിന്തുടർന്നു പോരുന്ന യാഥാസ്ഥിതിക സമീപനം ഉപേക്ഷിക്കാനാണ് ധാരണ. CPM നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ചാൽ കരട് മദ്യനയം മന്ത്രിസഭാ യോഗം പാസ്സാക്കുകയും ചെയ്യും. എഥനോൾ പ്ലാന്റിന് അനുമതി വിവാദമായെങ്കിലും ഡിസ്റ്റിലറി തുടങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച കമ്പനികൾ വകുപ്പിനെ സമീപിക്കുന്നുമുണ്ട്. എലപ്പുള്ളിയിലെ വൻകിട എഥനോൾ പ്ലാന്റ് വിവാദത്തോടുള്ള പ്രതികരണമായാണ് മദ്യനയത്തിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരാൻ എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. വിവാദങ്ങൾ കണക്കിലെടുക്കാതെ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന സന്ദേശമാകും പുതിയ നയം. ഡിസ്റ്റിലറി തുടങ്ങുന്നതിന് ഇപ്പോൾ തന്നെ അനുമതിയുണ്ട്. ഇതിലടക്കമുള്ള വ്യവസ്ഥകൾ ഉദാരമാക്കുന്നതാണ് പരിഗണനയിലുള്ളത്. യഥാസ്ഥിതിക സമീപനം പിന്തുടരുന്ന മറ്റ് വ്യവസ്ഥകളും ഉദാരമാക്കും. പാർട്ടി ക്ലിയറൻസ് ലഭിച്ചാൽ അടുത്ത മന്ത്രിസഭായോഗത്തിൽ മദ്യനയം അവതരിപ്പിച്ച് പാസാക്കും. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം പുറത്തിറക്കേണ്ട മദ്യനയം വർഷം തുടങ്ങി 11ാം മാസമാണ് പുറത്തിറക്കാൻ പോകുന്നത്. വിവാദമുണ്ടായിട്ടും 2 കമ്പനികൾ ഡിസ്റ്റിലറി തുടങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച് എക്സൈസ് വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്. നിയമാനുസൃതമായ അപേക്ഷയുമായി വരാനാണ് കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശം. ഈ മാസം 21-ന് കൊച്ചിയിൽ നടക്കുന്ന രാജ്യാന്തര നിക്ഷേപക സംഗമത്തിൽ ഈ കമ്പനികൾ നിക്ഷേപ താൽപര്യം പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. ഒരുപാട് പേര് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വാർത്തയായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് പേരുടെ ഇത് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ച്, അതുപോലെ ഈ വന്യജീവി ആക്രമണങ്ങളിലുള്ള ഇന്നത്തെ ഈ യോഗം, അത് എനിക്ക് തോന്നുന്നു വയനാട്ടുകാരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. വയനാട്ടുകാർ മാത്രമല്ല, എന്ത് തീരുമാനമുണ്ടാകും എന്നുള്ളത് അല്ലേ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ബംഗളൂരുവിലേക്ക് പോയാൽ അവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഈ പ്രതിരോധ ഷോ അത് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ അത് കാണാൻ പറ്റുന്നവരൊക്കെ പോകണം. നാളെയും മറ്റന്നാളും പൊതുജനങ്ങൾക്ക് ആയിട്ട് അത് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് ബംഗളൂരുവിൽ നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയർ ഇന്ത്യ എയർ ഷോ ഇന്ന് 3ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. വ്യോമാഭ്യാസ പ്രകടനത്തിനൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നായി എത്തിയ പ്രതിരോധ കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കുന്ന സെമിനാറുകളും ഇന്ന് ഉണ്ടാകും. നാളെയും മറ്റന്നാളും എയർ ഷോ കാണാൻ പൊതുജനങ്ങൾക്ക് അനുവാദമുണ്ടാകും. അഞ്ചാം തലമുറ പോർവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ തന്നെയാണ് എയർ ഷോയുടെ മുഖ്യ ആകർഷണം. റഷ്യൻ നിർമ്മിത സുഖോയ് 57, അമേരിക്കയുടെ F-35 എന്നീ പോർവിമാനങ്ങൾ ഒരുമിച്ചെത്തുന്നത് എയ്റോ ഇന്ത്യയുടെ 15ാം പതിപ്പിന്റെ പ്രധാന പ്രത്യേകതയാണ്. സൂര്യകിരൺ ടീമിന്റെ എയറോബാറ്റിക് സ്റ്റണ്ടും ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റ് പോർവിമാനങ്ങൾ വിണ്ണിലൊരുക്കുന്ന ചടുലതയും ഇതിനകം കാണികളുടെ മനം കവർന്നു. വ്യോമാഭ്യാസ പ്രകടനത്തിനൊപ്പം ലോകത്തിന്റെ വിവിധ കോണുകളിലെ പ്രതിരോധ കമ്പനികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സെമിനാറുകളും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കുന്ന വിവിധ തലങ്ങളിലെ ചർച്ചകളും പുരോഗമിക്കുകയാണ്. പ്രതിരോധ രംഗത്തെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മറ്റ് പ്രദർശനങ്ങളും എയ്റോ ഇന്ത്യയുടെ ഭാഗമായുണ്ട്. രാജ്യത്തിന്റെ കരുത്ത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് ഇന്ത്യ. ഇതിലൂടെ പ്രതിരോധ രംഗത്തെ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കാൻ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. 24 ബംഗളൂരു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ഷോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ മോർണിംഗ് വാക്കിലാണല്ലോ. ആർ ശ്രീകണ്ഠൻ നായരും സംഘവും അങ്ങ് ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എയ്റോ ഇന്ത്യയിൽ നിന്നാണ് ഇന്നത്തെ മോർണിംഗ് ഷോ ഉണ്ടാവുക. പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കും. അപ്പോൾ പ്രജൻസിയെ കാണാൻ എവിടെയെന്ന് ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്. ബംഗളൂരുവിലുണ്ട്. പ്രജന ഈ എയ്റോ ഷോയുടെ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വിമൻസ് ഈവനിങ്ങിലൊക്കെ നമ്മൾ പ്രജനെ കൊണ്ടുവന്നിരുന്നു. പ്രജന എയ്റോ ഷോയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പൂപ്പറമ്പയുണ്ട്, നമ്മുടെ മറ്റു ടീം അംഗങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മോർണിംഗ് ഷോ ഇന്ന് പൊളിക്കും. 7 മണി മുതലാണ് കാത്തിരിക്കുക. പക്ഷെ ഇപ്പോൾ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് ആ വാർത്തകളിലേക്ക് പോകേണ്ട ഒരു സമയം കൂടിയാണ്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. ചിലരൊക്കെ പറയുന്നുണ്ട് രാവിലെ തന്നെ നെഗറ്റീവ് വാർത്തകളെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മളത് പറയാതെ പറ്റുമോ? നിങ്ങൾ തന്നെ പറയൂ. ഇത്തരം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴല്ലേ അതിന് കൂടുതൽ. ഇപ്പോൾ ഈ പ്രതിഷേധമൊക്കെ തന്നെ വയനാട്ടിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം നൂൽപ്പുഴയിലെ യുവാവിനെ കാട്ടാനാക്രമണത്തിൽ ആ യുവാവ് മരിച്ചു.
പ്രഖ്യാപിച്ചു. അതിനുശേഷമുണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധം അങ്ങനെ വ്യാപിക്കുകയാണ്. ഇന്ന് അവിടെ ഹർത്താലുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതെ, ഇന്ന് ഹർത്താൽ ഉണ്ട്. മാത്രമല്ല വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഫാമേഴ്സ് റിലീഫ് ഫോറമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പക്ഷെ അതേസമയം തന്നെ ഹർത്താലുമായി സഹകരിക്കില്ല എന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിലപാട്. വയനാട്ടിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു യുവാവ് മരിച്ചത് വളരെ ദാരുണമായ സംഭവമാണ്. അതിൻ്റെ പേരിൽ വയനാട്ടിൽ ആഹ്വാനം ചെയ്ത ഹർത്താലുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റി സഹകരിക്കുന്നതല്ല എന്നറിയിക്കുകയാണ്. ഒരു വന്യജീവി ആക്രമണങ്ങൾ തടയപ്പെടേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. വന്യജീവി വകുപ്പും ജനപ്രതിനിധികളുമെല്ലാം കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തുകയും അക്രമത്തിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് അർഹമായ നഷ്ടപരിഹാരം എത്തിക്കുകയുമാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് അടിയന്തരമായ ശ്രദ്ധ ചെലുത്തിയും ഇടപെടൽ നടത്തുന്നതിന് പകരം നാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനെ സംഘടന അനുകൂലിക്കുന്നില്ല. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, വലിയ പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഹർത്താലാണ്. രാവിലെ മുതൽ ഹർത്താൽ തുടങ്ങും. ഫാമേഴ്സ് റിലീഫ് ഫോറം. പക്ഷേ ഒപ്പം തന്നെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്നത് അവർക്ക് ഇക്കാര്യത്തിൽ പ്രതിഷേധമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇനിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഹർത്താലിൽ പങ്കെടുക്കുന്നില്ല, കടകൾ അടച്ചിടുന്നില്ല എന്ന് അവർ പറയുന്നു. അപ്പോൾ ഏത് രീതിയിലാകും ഇന്നത്തെ ഈ ഹർത്താൽ? സ്മിത, പ്രവിത, ഈ പ്രബല മുന്നണികളൊന്നും ഈ ഹർത്താലിന്റെ ഭാഗമാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഹർത്താൽ എത്രത്തോളം ശക്തമായ രീതിയിൽ തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ അതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രധാനപ്പെട്ട സംഘടനയാണ് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ആ സംഘടനയൊപ്പം തന്നെ വ്യാപാരി വ്യവസായി സമിതി അടക്കമുള്ള സംഘടനകളും ഹർത്താലിനെതിരെ നിലപാടെടുക്കുന്ന അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത് ബാധിക്കാൻ സാധ്യതയില്ല. ഫാർമേഴ്സ് റിലീഫ് ഫോറം എന്ന് പറയുന്ന സംഘടനയാണ് ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതിൽ അവശ്യ സർവീസുകൾ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പങ്കുവച്ചിരുന്നു. പക്ഷേ ഈ ഹർത്താൽ തുടങ്ങിയ ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നുണ്ട് ആളുകൾ എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഹർത്താൽ എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട മാനുവിന്റെ കുടുംബത്തിന് ആശ്വാസധനമായ അതിന്റെ ആദ്യഘട്ടം വനം വകുപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ ചേർന്ന യോഗത്തിൽ ചില നടപടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഫെൻസിംഗ്, ട്രഞ്ച് ഉൾപ്പെടെയുള്ള അവിടുത്തെ ആവശ്യങ്ങൾ. മാത്രമല്ല, ഈ ആളുകളെ, ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വനം വകുപ്പ് കടക്കും എന്ന് ഒരു ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇന്നലെ UDF ഉച്ചയ്ക്ക് ശേഷം വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിലടക്കം പ്രതിഷേധിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ അവരൊന്നും ഹർത്താലിനെ സംബന്ധിച്ച് ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പിന്തുണ നൽകുന്ന ഒരു സമീപനം UDFന്റെ ഭാഗത്തുനിന്നോ മറ്റ് കക്ഷികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹർത്താൽ എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. പ്രവിത. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ വരും മണിക്കൂറുകളിൽ ഏത് രീതിയിലാണ് ഈ ഹർത്താൽ പോവുക? അപ്പോൾ പ്രധാനപ്പെട്ട സംഘടനകളൊന്നും ഇതിൽ പങ്കുചേരുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഈ വിഷയത്തിൽ അവർക്ക് പ്രതിഷേധമില്ല എന്നല്ല, പക്ഷെ ജനങ്ങളെ ഇനിയും വയനാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ തന്നെ ആന, കടുവ, പുലി ഇതൊക്കെ ആയിട്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. അപ്പം തന്നെ ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കൂടി വന്നപ്പോൾ അവിടെ ആ ജില്ലയെ ആകെ ബാധിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ വിനോദസഞ്ചാര മേഖല അല്ലെങ്കിൽ ടൂറിസം മേഖല വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. അപ്പം അവർ വലിയ പ്രശ്നത്തിലായിരുന്നു. ആ പ്രശ്നത്തിൽ നിന്ന് അവർ കരകയറി വരുന്നതേ ഉള്ളൂ. അതിനിടെയുള്ള ഹർത്താൽ അംഗീകരിക്കാനാകില്ല എന്നാണ് ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വയനാട് ഘടകം പറയുന്നത്, അല്ലേ? ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. പ്രേക്ഷകർ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ്സ് അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും തിരിച്ചും ഗുഡ് മോർണിംഗ്. സുമ പറയുന്നുണ്ട്, ഞാൻ 4 മണിക്ക് 24-ൽ ഹാജരായി എന്ന്. നല്ല കാര്യം. ഇത്ര നേരത്തേക്ക് അപ്പൊ എപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ 24 വയ്ക്കുമായിരിക്കും അല്ലെ? എന്നിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ അവരവരുടെ അന്നത്തെ ജീവിതത്തിന്റെ തുടക്കം ഒരുപാട് പരിപാടികളുണ്ട്. എന്തായാലും ഈ മോർണിംഗ് അതിരാവിലെ എഴുന്നേറ്റ് ഈ പ്രകൃതിയുടെ കൂടെ ഈ ശബ്ദങ്ങളൊക്കെ കേട്ട് നടക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഉന്മേഷം, ആവേശം. റഷീദ ഒരു കമന്റ് പറയും, സെറ്റ് സാരി കൊടുത്ത് മുല്ലപ്പൂ ചൂടി മോർണിംഗ് ഷോ ചെയ്യുമ്പോൾ ഒരു ഐശ്വര്യമായിരിക്കും.
മോർണിംഗ് വാക്കാണിത്, മോർണിംഗ് ഷോ അല്ല. മോർണിംഗ് ഷോ ആർ ശ്രീകണ്ഠൻ നായർ ഇന്ന് ബംഗളൂരുവിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. നമ്മളിങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ വന്യജീവികൾ എത്തുന്നു എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും കാണാറുള്ളത് കടുവ കൂട്ടിലായി അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ ഒരു കരടി കൂട്ടിലായ വാർത്ത വരുന്നുണ്ട്. സമീർ ബിൻ കരീമാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. മലപ്പുറം പൂക്കോട്ടുംപാടം തേൾപ്പാറയിൽ ജനവാസ മേഖലയിലാണ് കരടി ഇറങ്ങിയത്. ആ കരടി കൂട്ടിലായിരിക്കുന്നു ഇപ്പോൾ. ഈ കരടിയുടെ ശല്യം വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു ജനങ്ങളെല്ലാവരും ചേർന്ന്. അതെ സമീർ, ഗുഡ് മോർണിംഗ് സമീർ. അങ്ങനെ ആ പ്രദേശത്തുള്ളവർക്ക് അതൊരു ആശ്വാസ വാർത്തയാണ്. ഇനി ഈ കരടിയെ എപ്പോഴായിരിക്കും കാട്ടിലേക്ക് തുറന്നു വിടുക? ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ വനം വകുപ്പ് പറയുന്നു? ഗുഡ് മോർണിംഗ് പ്രവിത. നിലവിൽ ഈ കരടിയെ പിടികൂടിയ സ്ഥലത്ത് നിന്നും നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പിന്നീട് ഈ കരടിയെ എവിടെ കൊണ്ടുവിടണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ വനംവകുപ്പ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ പൂക്കോട്ടുംപാടം തേൾപ്പാറയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടി കൂട്ടിലാകുന്ന ഒരു ഘട്ടമുണ്ടായത്. തേൾപ്പാറ കുറുമ്പ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് ഈ കരടി കുടുങ്ങിയത്. കഴിഞ്ഞ ഏതാനും ദിവസമായി ജനവാസ മേഖലയിലെ നിരന്തര ശല്യക്കാരനായിരുന്നു ഈ കരടി എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഇതിനടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് ഈ കൂട് സ്ഥാപിച്ചത്. പ്രദേശത്ത് ഈ തേൻ കർഷകരുണ്ട്. ഇവരുടെ തേനൊക്കെ തന്നെ നിരന്തരമായി ഈ കരടി അടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ എണ്ണയും ഒക്കെ തന്നെ കരടി നശിപ്പിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. അങ്ങനെ മാത്രമല്ല ഈ വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ മുന്നിൽ അടക്കം കരടി പെടുന്ന ഘട്ടമുണ്ടായി. ഇതോടുകൂടിയാണ് ഈ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും വനം വകുപ്പ് കൂട് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ പോയത്. അതിന് പിന്നാലെ ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിലാണ് കരടി കൂട്ടിലായിരിക്കുന്നത്. നിലവിൽ ഈ കരടിയെ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇനി എവിടെ തുറന്നുവിടണമെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വനം വകുപ്പ് കടക്കുക. ഏതായാലും വലിയ പ്രായമുള്ള ഒരു വലിയ കരടി തന്നെയാണ് ഈ കൂട്ടിലായത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പൊ കരടിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അതുമായിരിക്കുന്നു ഇപ്പോൾ അല്ലേ? ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോയാൽ സഭാ സമ്മേളനം ചേരുമ്പോൾ പ്രതിപക്ഷം ഇന്ന് മറ്റൊരു വിഷയം ഉന്നയിക്കുന്നുണ്ട് സഭയിൽ. അത് പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ എന്ന് അവതരിപ്പിക്കണമെന്ന കാര്യം കാര്യോപദേശക സമിതി ഇന്ന് തീരുമാനിക്കും. വിമർശനങ്ങൾ ഉണ്ടാകുമെങ്കിലും പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പ് ബില്ലിൽ ഉണ്ടാകില്ല എന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. അതെ, അപ്പം MG പ്രതീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് പ്രതീഷ്. അപ്പം എന്തായാലും സഭയിൽ ഇന്നും പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം ബഹളമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഏത് രീതിയിലാകും എന്നുള്ളതാണ്. ഒന്ന് സ്വകാര്യ സർവകലാശാല ബില്ല്. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അഖിലേന്ത്യാ തലത്തിൽ തന്നെ AISFന്റെ യൂണിയൻ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ അത് ഏത് രീതിയിൽ നടപ്പാക്കും എന്നുള്ളതിലൊരു പ്രതിസന്ധി. അപ്പോൾ ഇന്ന് അതുണ്ടാകും, ഒപ്പം തന്നെ സംസ്ഥാനത്തെ പോലീസിന്റെ അതിക്രമങ്ങളും. സ്മിത, പ്രവിത, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയിൽ ഇന്ന് ഈ പോലീസ് അതിക്രമങ്ങൾക്കെതിരെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിമർശനം ഉണ്ടാകാനുള്ളൊരു സാധ്യത. കാരണം അടിയന്തര പ്രമേയമായി സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾ ആണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനുള്ള ഒരു സാധ്യത. കാരണം ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഈ അടുത്ത കാലത്ത് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരെ പോലീസ് നടുറോഡിൽ തല്ലിച്ചതയ്ക്കുന്ന സംഭവങ്ങൾ കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഈ പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമമായിരിക്കും പ്രധാനമായും ഈ പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിക്കാട്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. ഇതിൽ സർക്കാർ ഏതു തരത്തിൽ പ്രതിരോധിക്കുമെന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. ഈ സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളായിരിക്കാം പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവരുന്നത്. ഇതിൽ മുഖ്യമന്ത്രി ആയിരിക്കും ഇന്ന് നിയമസഭയിൽ മറുപടി പറയുന്നത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി ഏത് വിധേന മറുപടി പറയുമെന്നതാണ് പ്രധാനമായും കാത്തിരിക്കുന്ന കാര്യം. മറ്റൊന്ന് ഈ സ്വകാര്യ സർവകലാശാല ബില്ലാണ്. ഈ സ്വകാര്യ സർവകലാശാല ബില്ല് എപ്പോൾ അവതരിപ്പിക്കണമെന്ന കാര്യത്തിൽ കാര്യോപദേശക സമിതി ഇന്ന് തീരുമാനമെടുക്കും. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷത്തിന്റെ ചില വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ ബില്ലിനെ പ്രതിപക്ഷം എതിർക്കില്ല. വൈകി വന്ന വിവേകമെന്നതായിരുന്നു കഴിഞ്ഞ ദിവസമടക്കം ഈ കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിച്ച കാര്യം. പക്ഷേ അത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടടക്കം ഈ സർക്കാരിന് മേൽ പ്രതിപക്ഷം ആരോപണങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. ഇതിലടക്കം സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും
ഏറ്റവും നിർണായകമായ കാര്യമായി പറയുന്നത്. മറ്റൊന്ന്, ഈ ബജറ്റ് ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നടന്നു വരികയാണ്. ഈ ബജറ്റ് ചർച്ചയിന്മേൽ ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് മറുപടി പറയും. ഈ ചർച്ചയിലുടനീളം വലിയ ആക്ഷേപങ്ങൾ, വിമർശനങ്ങളടക്കം പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിലുൾപ്പെടെ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരിക്കും. റവന്യൂ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും ഇന്ന് നിയമസഭയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. സ്മിത, പ്രവിത. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പം നേരം ചെറുതായിട്ട് വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഒരു സംശയം ഉണ്ടാവും. ആലുവ ശിവരാത്രി മണപ്പുറത്തിൻ്റെ അടുത്തുള്ള ഒരു ഹരിതവനമുണ്ട്, അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ തയ്യാറെടുപ്പുകളൊക്കെ ശിവരാത്രിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഏക്കേഴ്സ് ഓഫ് ലാൻഡിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആലുവ മണപ്പുറത്ത് വരുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു പണ്ടൊക്കെ വെക്കേഷൻ ആവാൻ വേണ്ടി. മാർച്ച് മാസം അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനത്തോടു കൂടി തുടങ്ങും. പിന്നീട് അങ്ങോട്ട് ഉത്സവമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കെട്ടിക്കാഴ്ചകളും ഒക്കെയുള്ള ഒരു മണപ്പുറം ഇങ്ങനെ കാണാൻ പറ്റും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങുന്നുണ്ട്. അപ്പം നേരെ വെളുത്തു വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ കഴിയും. മറ്റൊരു വാർത്തയിലേക്ക് പോകാം അല്ലെ. ഇന്നലെയാണ് കൊല്ലം കുളത്തൂപ്പുഴയിൽ അതെ എണ്ണപ്പന എസ്റ്റേറ്റിൽ തീപിടുത്തമുണ്ടായി. നമ്മൾ വിമൻസ് ഈവനിങ്ങിലാണ് അത് തുടങ്ങിയത്. പക്ഷെ അത് അത്രയും ഗ്രാവിറ്റി ഉള്ള ഒരു തീപിടുത്തമാകുമെന്ന് ആദ്യം ആ വാർത്ത വന്നപ്പോൾ നമ്മൾ ഒരുപാട് പാടുപെട്ടാണ് തീ അണച്ചത്. രാത്രി 12 മണിയായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ ഇത്ര വലിയൊരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായി? എവിടുന്ന് വന്നു ആ തീ? അപ്പൊ തൊഴിലാളികൾ പറയുന്നത് താഴെ താഴെ ജനവാസ മേഖലയിൽ തൊട്ടപ്പുറത്ത് ആരോ തീയിട്ടതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ വ്യക്തത വരേണ്ടി. ഫയർഫോഴ്സിന്റെയും വനം വകുപ്പിന്റെയും സംയുക്ത പരിശോധന എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നാണ് വിവരം. ആളപായം ഉണ്ടായില്ലെങ്കിലും സത്യം പറഞ്ഞാൽ വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അരുൺരാജ് ചേരുന്നുണ്ട് നമ്മളോട് വിവരങ്ങൾ കൂടുതൽ പങ്കുവെക്കാൻ. സലിം മാലിക്കാണ് ചേരുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി. സലിം, ഗുഡ് മോർണിംഗ്. സലിം, അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് എവിടെ നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് വ്യക്തമാവുകയുള്ളൂ. എങ്ങനെയാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സലിം? സ്മിത, പ്രവിത, ഗുഡ് മോർണിംഗ്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വുമൻസ് ഈവനിങ്ങിന്റെ സമയത്ത് അതിനു മുൻപ് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടി ആരംഭിച്ച തീപിടുത്തമാണ്. അത് മണിക്കൂറുകൾ നീണ്ട് 10 മണിക്കൂറിലധികം നീണ്ട് രാത്രി 12 മണിയോട് കൂടിയാണ് ആ തീപിടുത്തം പൂർണ്ണമായും ആ തീ അണയ്ക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഒരു ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം, 30 ഹെക്ടറിലധികം ഭൂമി കത്തി നശിച്ചു എന്നുള്ളതാണ് നിലവിൽ ഒരു പ്രാഥമിക നിഗമനം. പക്ഷേ അതിൽ കൂടുതൽ ഭൂമി കത്തി നശിച്ചിട്ടുണ്ടോ, എണ്ണപ്പനകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതുൾപ്പെടെയുള്ള പരിശോധന ഇന്നുണ്ടാവും. അതായത് ഇന്നലെ കഴിഞ്ഞ് രാത്രി 12 മണിയോടുകൂടി ആ തീപിടുത്തം കഴിഞ്ഞെങ്കിലും അതിൻ്റെ പുക, അതിൻ്റെ വിവാദ പുകയും ഇനി തുടരുകയും ചെയ്യും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ്, ആ എണ്ണപ്പന തോട്ടത്തിലാണ്. തീപിടുത്തം ഉണ്ടായ ആ സ്ഥലത്താണ്. കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കണ്ടൻചിറ പാം ഓയിൽ എസ്റ്റേറ്റിലാണ് ആ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇനി പ്രധാനമായും എത്ര സ്ഥലം കത്തി നശിച്ചു, എത്ര രൂപയുടെ നഷ്ടമുണ്ടായി എന്നതിൻ്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറം ഈ തീപിടുത്തം ഉണ്ടായതിൻ്റെ കാരണമാണ് ഏറ്റവും പ്രധാനമായ വിവാദമായി ഉയരാൻ പോവുകയും ചെയ്യുന്നത്. കാരണം ഇത്രയും ഒരു വലിയ സ്ഥലം, ആ സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, തീപിടുത്തം അഥവാ ഉണ്ടായാൽ തന്നെ അത് കൃത്യമായി അണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം എന്തുകൊണ്ട് എന്നുള്ളത് ഉൾപ്പെടെ വലിയ വിവാദമാവുകയും ചെയ്യും. അതിൽ തന്നെ ഇപ്പോൾ ഉയരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ആരോ ഈ ജനവാസ മേഖലയിൽ നിന്ന് തീയിട്ടു എന്നൊരു ആരോപണം ഇവിടുത്തെ തൊഴിലാളികൾക്കുണ്ട്. അതുപോലെ തന്നെ മനഃപൂർവ്വമായി തീയിട്ടു എന്ന് മറ്റൊരു ആരോപണമുണ്ട്. ഈ 2 ആരോപണവും പോലീസ് ഉൾപ്പെടെ പരിശോധിക്കും, വനം വകുപ്പും പ്രത്യേകമായി പരിശോധിക്കും. കാരണം ഇത് വനം വകുപ്പിൻ്റെ ഭൂമിയാണ്. ഈ വനം വകുപ്പിൻ്റെ ഭൂമി ഈ പാം ഓയിൽ ലിമിറ്റഡിന് എണ്ണപ്പന തോട്ടത്തിനായി ലീസിന് കൊടുത്തിരിക്കുകയാണ്. ഈ പ്രദേശത്ത് സാധാരണഗതിയിൽ എണ്ണപ്പന തോട്ടങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് മുകളിൽ നിന്നുള്ള ഈ ഓല മടലുകൾ താഴെ വീണാൽ അതൊക്കെ കൃത്യമായി നീക്കം ചെയ്യും. കാരണം ഏതെങ്കിലും തരത്തിലൊരു തീപിടുത്തം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനായി. ഈ സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുകയും ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ അത് ദൃശ്യങ്ങളിൽ ഇപ്പോഴും കാണാൻ കഴിയുന്ന ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാം. ഈ ഉണങ്ങിയ ഓല മടലുകളൊക്കെ ഇപ്പോഴും തറയിൽ തന്നെ കിടക്കുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ തീ പിടിക്കുമ്പോൾ ആ തീപിടുത്തത്തിൻ്റെ
അതിൻ്റെ വ്യാപ്തി കൂടാൻ അത്തരത്തിലുള്ള ഉണങ്ങിയ ഓലമടലുകൾ തറയിൽ കിടക്കുന്നത് കാരണമാവുകയും ചെയ്യും. മാത്രമല്ല ഈ തീപിടുത്തമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 ഏക്കർ ഭാഗം, ആ 4 ഏക്കർ ഭാഗത്ത് 2 വർഷം മുൻപ് പുതുതായി പ്ലാന്റ് ചെയ്ത എണ്ണപ്പനകളാണ് ഉള്ളത്. ആ പനകളുടെ ഭാഗത്ത് നിന്ന് അടിക്കാടുകൾ വെട്ടിയിരുന്നില്ല. ഉണങ്ങിയ ആ സ്ഥലത്ത് ഈ കാടുകൾ വെട്ടിമാറ്റണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നതില്ല. അതിനുള്ള കോൺട്രാക്ട് എടുത്തെങ്കിലും ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ഒരു കോൺട്രാക്ട് പിടിച്ചെങ്കിലും ആ കാടുകൾ വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ വളരെ വേഗത്തിൽ ഒരാൾ തീയിട്ടതാണെങ്കിലും അതല്ല ഏതെങ്കിലും സാഹചര്യത്തിൽ തീ പടർന്നതാണെങ്കിലും വളരെ വേഗത്തിൽ തീ ഏക്കറുകളോളം പടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ പുക ശ്വസിച്ച് ഇവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ അടിക്കാടുകൾ വെട്ടാതിരുന്ന സമയത്തിന് വെട്ടാതിരുന്നു. അതോടൊപ്പം തന്നെ കത്തിക്കരിഞ്ഞു നിൽക്കുന്ന അടിക്കാടുകളാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു താപനില ഇങ്ങനെ കൂടി വരുന്ന സാഹചര്യത്തിൽ തീയൊന്ന് പതുക്കെ ഒരു പൊരി വന്നാൽ മതി. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് അന്വേഷണം നടക്കണം. കാരണം ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൊഴിലാളികൾക്ക് കുറിച്ച് ശ്വാസതടസ്സം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഒപ്പം തന്നെ അറിയേണ്ട ഒരു കാര്യം, വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, കനത്ത നഷ്ടം. അപ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്.